ലാൽകുമാർ. അല്ല, ഈ പറയുന്ന ഇതിന് അടിസ്ഥാനപരമായ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, പിരിച്ചെടുത്ത പണത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തർക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഈ പിരിച്ചെടുത്ത പണം നിങ്ങൾ പറയുകയാണ് 50 ലക്ഷം ഉള്ളൂ, ഇപ്പം നിജേഷ് പറയുക 50 ലക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനേ മാർഗമുള്ളൂ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. കാര്യം എന്താ? നിങ്ങൾക്ക് ഈ പിരിച്ചെടുത്തവരുടെ ഡീറ്റെയിൽസ് കാര്യമില്ല, അത് നിങ്ങൾ പുറത്തു വിടാം. നിങ്ങളിപ്പോൾ പറയാം 88 ലക്ഷം പിരിച്ചെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ വേറെ ആരെങ്കിലും കേസ് കൊടുത്ത് നിങ്ങൾ തെളിയിക്കൂ. എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ തെളിയിക്കും. നമ്മളെങ്ങനെ തെളിയിക്കുന്നേ? നിങ്ങൾ ഈ നാട്ടുകാരുടെ നിന്ന് പിരിച്ചെടുത്ത പൈസയെക്കുറിച്ച് നമ്മളെങ്ങനെ അറിയുന്നേ? അപ്പം നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് കാണിക്കുക, ആ കൊടുത്ത രസീത് ഈ പറയുന്ന സാധനത്തിൻ്റെ കാണിക്കുവാണെങ്കിൽ ശരിയാ, ഇന്ന ആൾക്കാർക്ക് കൊടുത്തു, അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ കൊടുത്തിട്ടും ഇത് വന്നിട്ടില്ല എന്ന് സംശയമുള്ള ഒരാളാണല്ലോ പരാതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കുക, യൂത്ത് കോൺഗ്രസിൻ്റെ പരാതി, യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത പൈസ മൊത്തം വന്നിട്ടില്ല, ഈ പിരിച്ചത് കാർഡടച്ച് പിരിച്ചിരിക്കുകയല്ലേ, എന്നിട്ട് ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം. അതുകൊണ്ടാണ് ഈ എൻറ്റയർ ഡിബേറ്റിന് പ്രസക്തി ഉണ്ടാകുന്നത്. 88 ലക്ഷമേ നിങ്ങൾ പിരിച്ചിട്ടുള്ളോ എന്നുള്ള ചോദ്യം വരുന്നത് എന്താ? നിങ്ങൾ 90 ലക്ഷം പിരിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം അടിച്ചു മാറ്റിയെന്നാ. അതിന് വേറെ സംശയമില്ല, അതിന് വേറെ അർത്ഥമില്ല എന്നത്. കാര്യം അതാണ് വീണ്ടും വീണ്ടും കൈകളിലെ ശരത്തും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഞാനും ചോദിക്കുന്നത്, 88 ലക്ഷമേ പിരിച്ചിട്ടുള്ളൂ.